മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഡിജിപിക്ക് പരാതി. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഡിജിപിക്ക് പരാതി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണനാണ് ഗണേഷ് കുമാറിനെതിരെ പരാതി നൽകിയത്. മന്ത്രിയെ മറ്റൊരു സ്ത്രീയുമായി കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭാര്യ കണ്ടുവെന്നും മർദ്ദനത്തെ തുടർന്ന് സഹായത്തിനായി 112ലേക്ക് വിളിച്ചറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും പരാതിയിൽ പറയുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. മന്ത്രിയുടെ ഭാര്യ തന്നെ ഇത് നേരിൽ കണ്ടതായും തുടർന്ന് 112ലേക്ക് വിളിച്ച് വിവരം അറിയിച്ചതായും പരാതിയിൽ പറയുന്നു. എന്നാൽ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാണ് ഡിജിപിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് യദുകൃഷ്ണന്റെ ആവശ്യം. NCP യോഗത്തിൽ നിന്ന് മന്ത്രി AK ശശീന്ദ്രൻ ഇറങ്ങിപ്പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് NCPയിൽ ഭിന്നത രൂക്ഷമാകുന്നു. എലത്തൂർ സീറ്റിൽ ഇത്തവണ മത്സരിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി AK ശശീന്ദ്രൻ പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് പാർട്ടിയിൽ എടുക്കുന്നതെന്നും വേണ്ടത്ര കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിച്ച ശശീന്ദ്രൻ ഇത്തരം തീരുമാനങ്ങൾ നേരത്തെ എടുക്കുന്ന സാഹചര്യത്തിൽ യോഗം ചേരുന്നതിൽ അർത്ഥമില്ലെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യുവതിയെ പട്ടാപ്പകൽ റോഡിലിട്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ്. തുമ്പമൺ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചാണ് യുവതിയുടെ തലയ്ക്ക് വെട്ടേറ്റത്. പന്തളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കിളിമാനൂർ സ്വദേശിനി ബിന്ദുവിനെയാണ് സുഹൃത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ബിന്ദുവിനെ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. സംഭവത്തിൽ ഇവരുടെ സുഹൃത്തായ ആലപ്പുഴ സ്വദേശി സുമേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുമേഷും ബിന്ദുവും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്നും ഇരുവരും പിന്നീട് അകന്നുവെന്നുമാണ് വിവരം. ഇതിനിടയിലാണ് ബിന്ദുവിനെ സുമേഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ കളർഫുൾ ആകും. ബസ്സുകൾക്ക് കർശനമാക്കിയ ഏകീകൃത വെള്ളനിറം പിൻവലിക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ വെള്ളനിറം പിൻവലിക്കണമെന്ന അഭിപ്രായമുയർന്നു. ഏകീകൃത വെള്ളനിറം പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. നിലവിലെ വെള്ളനിറം ആകർഷണീയമല്ലെന്നും വിനോദയാത്രയെ പ്രതികൂലമായി ബാധിക്കുമെന്നുമുള്ള ബസ് ഉടമകളുടെ പരാതിയിലാണിത്. 5 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 ജീവനുകൾ നഷ്ടമായ 2022 ഒക്ടോബറിലെ വടക്കഞ്ചേരി ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏകീകൃത വെള്ളനിറം നിർബന്ധമാക്കിയത്. പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ചരിത്രാഖ്യാനത്തിലെ കരുത്തുറ്റ മാർക്സിയൻ സ്വരമാണ് വിട പറഞ്ഞത്. വലതുപക്ഷ അജണ്ടകൾക്കെതിരെ നിരന്തരം എഴുതിയ KN പണിക്കർ പലപ്പോഴും കടുത്ത വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നവതി ആഘോഷിക്കാനിരിക്കെയാണ് വിയോഗം. 90ാം ജന്മദിനം കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സമുചിതമായി ആഘോഷിക്കാനിരിക്കെയാണ് തീരുമാനം. നാളെ 10 മണി മുതൽ ജവഹർ നഗറിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. ശേഷം വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. 60 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ചു. ഇത് സംബന്ധിച്ച നിർണായക സ്ഥാനാർത്ഥി ചർച്ച നാളെ ഡൽഹിയിൽ നടക്കും. KPCC പട്ടിക AICCക്ക് കൈമാറി. വട്ടിയൂർക്കാവ് K മുരളീധരൻ, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, അടൂരിൽ രമ്യ ഹരിദാസ്, കുന്നത്തുനാട് VP സജീന്ദ്രൻ, തൃശൂർ TV ചന്ദ്രമോഹൻ, കൊടുങ്ങല്ലൂർ OJ ജനീഷ് കുമാർ, മണലൂർ TN പ്രതാപൻ, കോങ്ങാട് KA തുളസി, പാലക്കാട് രമേശ് പിഷാരടി, തവനൂർ തിരുവമ്പാടി VS ജോയി, പൊന്നാനി നൌഷാദ് അലി, കോഴിക്കോട് നോർത്ത് K ജയന്ത്, എലത്തൂർ വിദ്യാബാലകൃഷ്ണൻ, കൊയിലാണ്ടി K പ്രവീൺകുമാർ, നാദാപുരം KM അഭിജിത്ത്, ഉദുമ K നീലകണ്ഠൻ, തൃത്താല VT ബൽറാം എന്നിവർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. സ്കൂട്ടറിന് കടന്നുപോകാൻ സൈഡ് നൽകിയില്ല എന്ന പേരിൽ KSRTC ഡ്രൈവറെ പോലീസുകാരൻ ആക്രമിച്ചതായി പരാതി. സ്വിഫ്റ്റ് ബസ് ഡ്രൈവർ മഹാദേവനെയാണ് കൊച്ചി ഹാർബർ സ്റ്റേഷനിലെ പോലീസുകാരൻ വിനീത് ആക്രമിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. ബസ്സിലെ CCTV ദൃശ്യങ്ങളടക്കം കാണിച്ചാണ് പരാതി നൽകിയത്. ബസിന്റെ അപകടകരമായ ഡ്രൈവിംഗിനെ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസുകാരൻ പറഞ്ഞു. പാർട്ടി പദവിയിൽ നിന്ന് രാജിവെച്ച CC മുകുന്ദൻ. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്നാണ് CC മുകുന്ദൻ രാജിവെച്ചത്. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുകുന്ദൻ അറിയിച്ചു. മറ്റു പാർട്ടികളുടെ പിന്തുണ സ്വീകരിക്കും. CPIയിൽ നിരവധി പേർ പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗീതാ ഗോപിക്കെതിരെ മുകുന്ദൻ വീണ്ടും ആരോപണം ഉന്നയിച്ചു. മക്കൾക്ക് 225 പവൻ വിവാഹ സമ്മാനമായി നൽകിയെന്നാണ് മുകുന്ദന്റെ ആരോപണം. നാട്ടികയിൽ നിന്ന് പണം പിരിച്ചു, എന്നാൽ പണം തിരികെ കൊടുത്തില്ല. പണം കൊടുത്തവർ പരാതിയുമായി സമീപിച്ചെന്നും മുകുന്ദൻ വെളിപ്പെടുത്തുന്നു. ബിനോയ് വിശ്വത്തിന്റെ ഉറപ്പിൽ വിശ്വാസമില്ലെന്നും CC മുകുന്ദൻ വ്യക്തമാക്കി. ചൂരൽമലയിൽ സ്ഥിരതാമസക്കാരായ പലരുടെയും വായ്പകൾ ഇനിയും എഴുതി തള്ളിയിട്ടില്ലെന്ന് പരാതി. മാനദണ്ഡത്തിന്റെ പേര് പറഞ്ഞ് ചിലരെ മാത്രം മാറ്റി നിർത്തിയെന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടില്ലെങ്കിലും ദുരന്തത്തെ തുടർന്ന് തൊഴിൽ ഉൾപ്പെടെ നഷ്ടമായവരാണ് പലരും. തങ്ങളുടെ വായ്പ കൂടി എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോൺ റിലീഫ് ചൂരൽമലയുടെ നേതൃത്വത്തിൽ
കളക്ടറേറ്റ് മാർച്ച് നടത്തി. ജനശതാബ്ദി എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളിയായ പശ്ചിമബംഗാൾ സ്വദേശി പ്രകാശ് ദാലിയെയാണ് കോട്ടയം RPF പിടികൂടിയത്. മാർച്ച് 6-നായിരുന്നു സംഭവം. പിറവം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഇയാൾ ട്രെയിനിന് കല്ലെറിഞ്ഞത്. വൈകിട്ട് 6:30 പിറവം റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് ട്രെയിനിന്റെ D7 കോച്ചിന് നേരെയാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ 104 നമ്പർ സീറ്റിലെ വനിതാ യാത്രക്കാരിക്ക് പരിക്കേറ്റു. ട്രെയിനിന്റെ ഇടതുഭാഗത്തു നിന്നാണ് കല്ലേറുണ്ടായത്. ആക്രമണത്തിൽ ഇവരുടെ ഇടത് കൈക്കാണ് പരിക്കേറ്റത്. RPF SHO NS സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.